കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയ അശ്വിനി ആശുപത്രിയിലാണ് ജെയ്സൺ ചാമുളപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാമുളപ്പിൽ. ആശുപത്രിയിൽ വെള്ളം കയറി എന്ന് പറയുമ്പോൾ അത് ചികിത്സാ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കായിട്ടുണ്ടോ? അത് മാറ്റുന്നതിനായിട്ടുള്ള നീക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അശ്വിനി ആശുപത്രിയിലെ കാഴ്ച എന്താണ് ജെയ്സൺ? സുജിയ പാർവതി, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ തൃശ്ശൂരിൽ അത്ര നല്ല മോർണിംഗ് ആണ് എന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ വൈകിട്ട് 1 മണിക്കൂർ നിന്ന് പെയ്ത മഴയാണ് തൃശ്ശൂർ നഗരത്തെ പ്രത്യേകിച്ച് വെള്ളത്തിൽ മുക്കിയത്, വെള്ളത്തിനടിയിലാക്കിയെന്ന് പറയും. ഇപ്പം ഞാൻ നിൽക്കുന്നത് അശ്വിനി ആശുപത്രിയിലാണ്. അശ്വിനി ആശുപത്രിയിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. ആ താഴെ കാഷ്വാലിറ്റി വിഭാഗം മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് കാഷ്വാലിറ്റി വിഭാഗം മുകളിലേക്ക് വരാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. കാഷ്വാലിറ്റി വിഭാഗമാണ് ഏകദേശം ഒരു നല്ല ഉയരത്തിൽ തന്നെ ഇവിടെ വെള്ളം വന്നു. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ചു? ശരിക്കും ഒരു 7 മണി വെള്ളം പെട്ടെന്ന് മഴ പെയ്തു. ആ വെള്ളം മുഴുവൻ പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളം കൂടെ കയറി വന്നതിൻ്റെ ഉള്ളിലേക്ക്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി. ഞങ്ങളുടെ എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ ഞങ്ങളെ വെള്ളത്തിൽ മുങ്ങി. പരമാവധി ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഇതൊക്കെ ഞങ്ങൾ കയറ്റി വെച്ചു. എന്നാലും പക്ഷേ ഒരു ഇതെല്ലാം ഞങ്ങളുടെ വിലപ്പെട്ട സാധനം, ഞങ്ങളുടെ വെന്റിലേറ്റർ, പോർട്ടബിൾ വെന്റിലേറ്റർ, അതുവരെ ഞങ്ങളുടെ മെയിൻ സാധനമാണ് ഞങ്ങളുടെ, അതുവരെ ഞങ്ങൾ വെള്ളത്തിൽ പോയി. പിന്നെ രോഗികളുണ്ടായിരുന്നു, ഞങ്ങൾ മാറ്റി. ഞങ്ങൾ വേഗം മാറ്റി. ഞങ്ങൾ ഏത് ഉയരം വരെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ആറ്റം വരെ വന്നു അല്ലേ? അത്ര വരെ വന്നു. പിന്നെ അത് എത്ര സമയം എടുത്തു ഇറങ്ങി പോകാനായിട്ട്? ഇറങ്ങിപ്പോയിട്ട് ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറോളം ആയി ഇറങ്ങി. ഇത് ആദ്യത്തെ അനുഭവമാണ് അതോടെ. പക്ഷെ 2018 വെള്ളത്തിന് കൂടുതൽ വെള്ളം വന്ന 2018 ഇത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നു. 2018 കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് വെള്ളം. ഇവിടെ രോഗികളെ ഈ സമയത്ത് ഉണ്ടായിരുന്നവരെ എങ്ങനെ മാറ്റി മുകളിലേക്ക്? ഇപ്പം മഴ നിൽക്കുക തന്നെയാണ്. ഇനിയിപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ടോ? ഉണ്ടാവാൻ സാധ്യത. അത് മറ്റേ ഓപ്പറേഷൻകാരും മറ്റേ അവരുടെ ആ ചാലാണ് ഞങ്ങൾക്ക്, ആ ചാലിക്കൂടെയുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതൊന്ന് ക്ലീൻ അവരാണ് നോക്കേണ്ടത്. അവരത് ശ്രദ്ധിക്കാത്ത കാരണം ഈ വെള്ളം നമ്മുടെ ഇതിലേക്ക് എപ്പോഴും കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സുജിയ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചാലുകളൊന്നും ഇത്തവണ ക്ലീൻ ചെയ്തിട്ടില്ല. തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള എല്ലാ ഡ്രൈനേജ് സംവിധാനങ്ങളും അടഞ്ഞിടക്കുകയാണ്. ഇതിപ്പോൾ നാം കാണുന്നത് റോഡിലല്ല, ഒരു ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലാണ് എന്നതാണ് എടുത്തു പറയേണ്ട സംഗതി. ഏകദേശം 4 അടിയോളം വെള്ളം ഉയരത്തിൽ കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. ഒരു ആശുപത്രിയുടെ ഉൾവശം, തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. അതിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. ഇത് മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. ഇന്നലെ വലിയ ആശങ്കയായിരുന്നു. പല വീടുകളും വെള്ളം വന്ന് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ടായി. ആളുകൾ വലിയ ആശങ്കയിലാണ്. ഇന്നലെ രാത്രി അതിനുശേഷം വലിയ കനത്ത മഴയ്ക്ക് ശേഷം മഴ അല്പം മാറി നിന്നുകൊണ്ട് മാത്രമാണ് ആ രാത്രി തന്നെ അതീവ ദുരന്തത്തിലേക്ക് എത്താതിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു. മഴ കൂടുതൽ കനത്താൽ ഒരു സംശയവും ഇല്ല, വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് തൃശ്ശൂർ നഗരം പോകും. ഇന്നലെ തൃശ്ശൂർ നഗരത്തിലെ മുഴുവൻ റോഡുകളും വലിയ ഗതാഗത കുരുക്കായിരുന്നു. വെള്ളം കയറിയ വലിയ രീതിയിൽ വെള്ളം കയറി വാഹനങ്ങൾ പോലും പോകാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഗതാഗത കുരുക്ക് ഇന്നലെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിൽ, തൃശ്ശൂർ നഗരം മാത്രമല്ല, ജില്ലയിലെ മറ്റ് ഇടങ്ങളിലേക്കും അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഡ്രൈനേജുകൾ ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു ആശുപത്രിയിലെ ദൃശ്യമാണ് ജെയ്സൺ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കളക്ടർ അടക്കമുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? മഴക്കാലപൂർവ്വ ശുചീകരണം അത് മഴ പെയ്തിട്ട് നടത്താനിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നു. 2018 മഹാപ്രളയത്തിൽ പോലും ഇത്രയും വെള്ളം കയറി വന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് രോഗികൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട്, അതും ചികിത്സ തേടി എത്തേണ്ട ഒരിടത്താണ് ഈ വെള്ളം കയറിയിരിക്കുന്നത് എന്നതുകൂടി അധികൃതർ ഓർക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ റിപ്പോർട്ടറിലൂടെ കാണുന്നത്. ജെയ്സൺ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ജെയ്സണിലേക്കും ഇതേ വാർത്തയിലേക്ക് നമുക്ക് തിരികെ എത്തണം. കാരണം ഒരു ആശുപത്രിയിലാണ് ഇങ്ങനെ വെള്ളം കയറിയിരിക്കുന്നത്. ആശുപത്രിയുടെ കാഷ്വാലിറ്റി, ആ കാഷ്വാലിറ്റിയിൽ മഴ മൂലമുള്ള കാഷ്വാലിറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. റൂം ഫോർ റിവർ എന്ന പദ്ധതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഹോസ്പിറ്റൽ ഫോർ റിവർ, കാഷ്വാലിറ്റി ഫോർ റിവർ എന്നൊക്കെ മാറ്റി പറയേണ്ടി വരുമോ എന്ന് അറിയില്ല. പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കട്ടെ. ഓടകൾ ശുചിയാക്കിയിട്ടില്ല എന്ന ഒരു പ്രശ്നം അത് തൃശ്ശൂരിൽ മാത്രമല്ല മറ്റിടങ്ങളിലുമുണ്ട്. അതിനും പരിഹാരമുണ്ടാകണം.